സൗദി തൊഴിൽ മന്ത്രാലയം സ്വകാര്യ കമ്പനികൾക്ക് അനുവദിക്കുന്ന തൊഴിൽ വിസയുടെ കാലാവധി 2 വർഷമായി വർദ്ധിപ്പിച്ചു. നേരത്തെ 1 വർഷമായി കുറച്ച തീരുമാനം റദ്ദാക്കിയാണ് തീരുമാനം. പുതിയ നീക്കം തൊഴിൽ വിപണിക്ക് ഗുണമാകും. വിസ കാലാവധി 2 വർഷമാക്കുന്നതിലൂടെ സ്വകാര്യ മേഖലയിലെ കമ്പനികൾക്ക് വിസ റിക്രൂട്ടിംഗ് നടപടികളിൽ ഗുണമുണ്ടാക്കും. കൂടാതെ സ്വദേശിവൽക്കരണം പ്രോത്സാഹിപ്പിക്കലും കാലാവധി നീട്ടി നൽകുന്നതിന്റെ ലക്ഷ്യമാണ്. മന്ത്രാലയം അനുവദിച്ച വിസയിൽ കൂടുതൽ സാവകാശമെടുത്ത് ആവശ്യമെങ്കിൽ മാത്രം വിദേശ റിക്രൂട്ടിംഗ് നടത്താം. ഒപ്പം അനുയോജ്യരായ സ്വദേശികളെ കണ്ടെത്താനും ഇതിലൂടെ സാധിക്കും. ഇതാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ പ്രതീക്ഷ. കാലാവധി നീട്ടി നൽകുന്നതിന് മാത്രം അധിക ഫീസ് ഈടാക്കില്ല. പുതുതായി ഇഷ്യൂ ചെയ്യുന്ന വിസകൾക്ക് മാത്രമാണ് പുതിയ കാലാവധി പ്രാബല്യത്തിലുണ്ടാവുക. മുൻപെടുത്ത് ഉപയോഗിക്കാതിരുന്ന വിസ ക്യാൻസൽ ചെയ്ത് 2 വർഷ കാലാവധിയിൽ വീണ്ടും എടുക്കാനാകുമെന്ന് മന്ത്രാലയം ട്വിറ്റർ അക്കൗണ്ടിൽ വിശദീകരിച്ചു. വിശദാംശങ്ങൾ തൊഴിൽ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അസ്ഹർ പുള്ളിയിൽ, മീഡിയ 1, റിയാദ്. കുവൈത്തിൽ സർക്കാർ സ്വകാര്യ മേഖലകളിൽ സ്വദേശിവൽക്കരണം ഏർപ്പെടുത്തുന്നതിന് സമയം നിർണ്ണയിക്കുക പ്രയാസമെന്ന് സാമ്പത്തികാസൂത്രണ കാര്യമന്ത്രി. സ്വദേശിവൽക്കരണം സംബന്ധിച്ച കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്നും ഇത് പൂർത്തിയാക്കാൻ സമയമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. പാർലമെന്റിലെ മനുഷ്യവിഭവ സ്വദേശിവൽക്കരണ സമിതിയുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം അൽറൈ പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സാമ്പത്തിക ആസൂത്രണകാര്യമന്ത്രി മറിയം അൽ അഖീൽ ഇങ്ങനെ പറഞ്ഞത്. രാജ്യത്ത് സ്വദേശിവൽക്കരണം പൂർത്തിയാക്കാൻ സമയം നിർണ്ണയിക്കണമെന്ന് പാർലമെന്റിലെ സ്വദേശിവൽക്കരണ സമിതി മേധാവി ഖലീൽ അൽ സാലിഹ് എംപിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് മന്ത്രി ഈ രൂപത്തിൽ പ്രതികരിച്ചത്. ദീർഘകാലമായി സ്വദേശിവൽക്കരണത്തെപ്പറ്റിയുള്ള പ്രസ്താവനകൾ മാത്രം നടത്തുന്ന സർക്കാർ അത് നടപ്പിലാക്കുന്നതിൽ കാലതാമസം വരുത്തുകയാണെന്നും തൊഴിൽരഹിതരായ കുവൈത്തികൾക്ക് തൊഴിലവസരം ഉറപ്പുവരുത്താൻ ഉണർന്നു പ്രവർത്തിക്കണമെന്നും ഖലീൽ അൽ സാലിഹ് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് സംബന്ധിച്ച് രൂപരേഖയുണ്ടാക്കി സമർപ്പിക്കാമെന്ന് മന്ത്രിയുമായി ധാരണയിലെത്തിയിട്ടുണ്ടെന്ന് യോഗത്തിന് ശേഷം നടത്തിയ പ്രസ്താവനയിൽ സ്വദേശിവൽക്കരണ സമിതി മേധാവി പറഞ്ഞു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി 2 ദിവസത്തെ UAE സന്ദർശനത്തിനായി ഈ മാസം 11-ന് ദുബൈയിലെത്തും. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ 10,000 പങ്കെടുക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പ്രവാസികളെ അഭിസംബോധന ചെയ്യും. സംഘാടകർ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മഹാത്മാഗാന്ധിയുടെ 150-ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി ഒരുക്കുന്ന സാംസ്കാരികോത്സവത്തിൽ പങ്കെടുക്കാനാണ് രാഹുൽ ഗാന്ധി എത്തുന്നതെന്ന് AICC സെക്രട്ടറിമാരായ ഹിമാൻഷു വ്യാസ്, മധു യാസ്കി എന്നിവർ അറിയിച്ചു. ഇന്ത്യ എന്ന ആശയം എന്ന വിഷയത്തിലാണ് രാഹുൽ ഗാന്ധി പ്രവാസികളെ അഭിസംബോധന ചെയ്യുക. OIC ചെയർമാൻ സാം പിട്രോഡ അധ്യക്ഷനായിരിക്കും. ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 4-ന് നടക്കുന്ന പരിപാടിയിൽ 10,000-കൾക്കാണ് സൗകര്യമൊരുക്കുന്നത്. Yesterday, after launching our website, in 72 hours, 11,000 people have officially registered to come. 11-ന് ദുബൈയിലും 12-ന് അബുദാബിയിലും രാഹുൽ ഇന്ത്യൻ ബിസിനസ് കൂട്ടായ്മയുടെ യോഗത്തിൽ സംബന്ധിക്കും. ലേബർ ക്യാമ്പിൽ ഇന്ത്യൻ തൊഴിലാളികളുമായി കൂടിക്കാഴ്ച നടത്തും. UAE പ്രമുഖരുമായും കൂടിക്കാഴ്ചകൾ ഒരുക്കുന്നുണ്ട്. UAEയിലെ മുഴുവൻ എമിറേറ്റുകളിൽ നിന്നും ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ സമ്മേളനവേദിയിലേക്ക് ബസ്സുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. ഓവർസീസ് ഇന്ത്യൻ കോൺഗ്രസ് സെക്രട്ടറി ആരതി കൃഷ്ണ, KMCC പ്രസിഡന്റ് പുത്തൂർ റഹ്മാൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1, ദുബായ്. സൗദിയിലെ ദമ്മാമിൽ മലയാളി സാമൂഹിക പ്രവർത്തകർക്കെതിരെ സ്വദേശി പൗരൻ നൽകിയ കേസ് പിൻവലിച്ചു. സ്പോൺസർ ആവശ്യപ്പെട്ട നഷ്ടപരിഹാര തുക കെട്ടിവെച്ചതിനെ തുടർന്നാണ് കേസ് അവസാനിപ്പിച്ചത്. ആവശ്യമായ തുക താൽക്കാലികമായി ഇന്ത്യൻ എംബസി വളണ്ടിയർ കൂട്ടായ്മ കണ്ടെത്തുകയായിരുന്നു. വീട്ടുജോലിക്കാരെ തമിഴ് ഷെൽവിയെ വീട്ടിൽ നിന്നും അനുമതിയില്ലാതെ കൊണ്ടുപോയി എന്ന് കാണിച്ച് സ്പോൺസർ നൽകിയ കേസാണ് പിൻവലിച്ചത്. സാമൂഹ്യ പ്രവർത്തകരായ മണിക്കുട്ടനും ഭാര്യ മഞ്ജു മണിക്കുട്ടനുമെതിരെയാണ് കേസ്. കേസിനെ തുടർന്ന് അറസ്റ്റിലായ ഇവർ നഷ്ടപരിഹാരമായി 16,000 റിയാൽ നൽകാമെന്ന ഉറപ്പിൽ ജാമ്യത്തിലിറങ്ങുകയായിരുന്നു. Because of rescuing and dropping her to Indian Embassy Riyadh, wanted to put penalty of 16,000, and because of that 16,000, the Tamil community, the entire Tamil community in the Eastern Province plus in Riyadh, they have generated 16,000 Saudi Riyal to pay that penalty to the kafil. ജാമ്യ കാലാവധി അവസാനിക്കാനിരിക്കെ നഷ്ടപരിഹാര തുക താൽക്കാലികമായി വളണ്ടിയർ ഗ്രൂപ്പ് സംഘടിപ്പിച്ചു നൽകി. ഇത് അടച്ചാണ് കേസ് പിൻവലിപ്പിച്ചത്. സഹായം ആവശ്യപ്പെട്ട് എംബസി, വിദേശകാര്യ മന്ത്രാലയം, നോർക്ക എന്നിവരെ സമീപിച്ചിട്ടുണ്ട്. ജാമ്യം കിട്ടിയതിൻ്റെ അവസാന ദിവസമാണിന്ന്. അപ്പോൾ 16,000 റിയാലാണ് അടയ്ക്കേണ്ടത്. ആ പൈസക്ക് വേണ്ടിയിട്ട് വിദേശകാര്യ മന്ത്രാലയത്തിലും എംബസിയിലും നോർക്കയിലും പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിലും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്, ഇമെയിലിൽ അയച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നൊരു മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. എംബസിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് സാമൂഹ്യ പ്രവർത്തനം നടത്തിയതിൽ തങ്ങൾക്കുണ്ടായ നഷ്ടം അധികൃതർ പരിഹരിക്കുമെന്ന പ്രതീക്ഷയിലാണിവർ. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം.
12,000-ഓളം സ്വദേശി എഞ്ചിനീയർമാർ തൊഴിൽ രഹിതരാണെന്ന് സൗദിയിലെ എഞ്ചിനീയേഴ്സ് ഓർഗനൈസേഷൻ. 6 മാസത്തിനകം മുഴുവൻ പേർക്കും തൊഴിൽ ലഭ്യമാക്കുവാൻ നടപടി തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ ജോലിയുള്ള സ്വദേശി എഞ്ചിനീയർമാർക്ക് ശരാശരി വരുമാനം മാത്രമാണെന്നും സംഘടന വ്യക്തമാക്കുന്നു. സൗദി ഓർഗനൈസേഷൻ ഓഫ് എഞ്ചിനീയേഴ്സിനെ ഉദ്ധരിച്ച് അറബ് മാധ്യമങ്ങളാണ് വാർത്ത പുറത്തുവിട്ടത്. നിലവിൽ 12,000-ഓളം സൗദി എഞ്ചിനീയർമാർക്ക് തൊഴിലില്ല. സോഷ്യൽ ഇൻഷുറൻസിന് കീഴിൽ ചിലർക്ക് ജോലി ലഭ്യമാക്കിയിരുന്നു. 3,500 റിയാലിൽ താഴെയാണ് ഇവരുടെ വേതനമെന്ന് സംഘടന ചൂണ്ടിക്കാട്ടുന്നു. 36,000 സൗദി എഞ്ചിനീയർമാർ കമ്മീഷനിൽ അംഗങ്ങളായുണ്ട്. ഇതിൽ 1.5 ലക്ഷത്തിലധികം വിദേശികളായ എഞ്ചിനീയർമാരുമുണ്ട്. മുൻകാലങ്ങളിൽ 2 ലക്ഷത്തോളം വിദേശ എഞ്ചിനീയർമാരുണ്ടായിരുന്നു. അതിൽ 40,000-ഓളം പേർ ജോലി വിട്ടുപോയി. എഞ്ചിനീയറിംഗ് ജോലികളിൽ 10% തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കും. ഇതിനായി കമ്പനികളിൽ സമ്മർദ്ദം ചെലുത്തും. ഇതുവഴി അടുത്ത 6 മാസത്തിനകം തൊഴിൽ രഹിതരായ സൗദി എഞ്ചിനീയർമാർക്ക് തൊഴിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. സൗദി അറേബ്യയിൽ മരണപ്പെട്ടയാളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് തിരുത്തൽ സർട്ടിഫിക്കറ്റ് നൽകാതെ വില്ലേജ് ഓഫീസർ. മരണപ്പെട്ടയാളുടെ ഭാര്യയുടെ പേര് റവന്യൂ രേഖകളിലും വ്യത്യാസമായതിനാലാണ് തിരുത്തൽ സർട്ടിഫിക്കറ്റ് വേണ്ടി വന്നത്. തിരുവനന്തപുരം അണ്ടൂർകോണം വില്ലേജ് ഓഫീസറാണ് ബന്ധുക്കളെ വലയ്ക്കുന്നത്. മീഡിയ 1 എക്സ്ക്ലൂസീവ്. പോത്തങ്കോട് മോഹനപുരം സ്വദേശി അഷ്റഫുദ്ദീൻ ഞായറാഴ്ചയാണ് സൗദിയിലെ ഹൈലിൽ അപകടത്തിൽ മരിച്ചത്. മൃതദേഹം വിട്ടുകിട്ടുന്നതിന് ഭാര്യയുടെ പേരിൽ നോട്ടറി മുഖേന അപേക്ഷ നൽകണം. ഇതിനുവേണ്ടി രേഖകൾ തയ്യാറാക്കിയപ്പോഴാണ് അഷ്റഫുദ്ദീന്റെ ഭാര്യ ഷക്കീലയുടെ പേരിലെ വ്യത്യാസം മനസ്സിലായത്. റവന്യൂ രേഖയിലും പാസ്പോർട്ടിലും ഷക്കീലയുടെ പേര് വ്യത്യസ്തമാണ്. ഇത് രണ്ടും ഒരാളുടേതാണെന്ന് വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ മൃതദേഹം വിട്ടുകിട്ടാനായി നടപടി പൂർത്തിയാക്കാൻ കഴിയൂ. അണ്ടൂർകോണം വില്ലേജ് ഓഫീസർക്ക് അപേക്ഷ നൽകി ഓഫീസിൽ കയറിയിറങ്ങിയിട്ടും സർട്ടിഫിക്കറ്റ് വേഗത്തിൽ നൽകാൻ വില്ലേജ് ഓഫീസർ ജോജി തയ്യാറായില്ല. വില്ലേജ് ഓഫീസറെ കാണാനായിട്ട് വന്നപ്പം പുള്ളി ഇവിടെ എപ്പോഴും സ്ഥലത്തില്ല. വിളിക്കുമ്പോഴേ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പിന്നെ ഇടയ്ക്ക് കാണുമ്പോൾ ചോദിക്കുമ്പോഴേ പറയും അത് 7 ദിവസം കഴിയും. അങ്ങനെയുള്ള സംസാരമാണ്. ഇതിന്റെ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയെങ്കിലും ഇത് മതിയാകുമെന്ന ആശങ്ക ബന്ധുക്കൾക്കുണ്ട്. വില്ലേജ് ഓഫീസർ ജോജിക്കെതിരെ സമാനമായ പരാതികളുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് നിരന്തരമായി വില്ലേജ് ഓഫീസിൽ വരാറില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്ന് വില്ലേജ് ഓഫീസിലിരുന്ന് വില്ലേജ് ഓഫീസറായിട്ടിരുന്ന് സർട്ടിഫിക്കറ്റ് കൊടു, അത് നിങ്ങൾ തന്നെ അടിക്കുമോ, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഉപ്പയുടെ മൃതദേഹം നാട്ടിൽ വേഗത്തിൽ എത്തിക്കാൻ കഴിയുന്ന തരത്തിൽ അധികൃതർ ഇടപെടണമെന്ന ആവശ്യമാണ് ആസിഫിനുള്ളത്. മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം. യുഎഇയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് ആഫ്രിക്കയിലെ സ്വർണ്ണഖനന ആഭരണ നിർമ്മാണ മേഖലയിൽ സാധ്യതകൾ വർദ്ധിച്ചു വരികയാണെന്ന് ദുബൈയിൽ നടന്ന ഗോൾഡ് കൺവെൻഷൻ ചൂണ്ടിക്കാട്ടി. ആഫ്രിക്കയിൽ നിക്ഷേപം സുഗമമാക്കാൻ പുതിയ സംവിധാനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും സംഘാടകർ പറഞ്ഞു. ദുബായ് ഗോൾഡ് ആൻഡ് കമ്മോഡിറ്റീസ് എക്സ്ചേഞ്ചിന്റെ സഹകരണത്തോടെ IBMC ആണ് ഗോൾഡ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ആഫ്രിക്കയിലെ സ്വർണ്ണ മേഖലയും ദുബൈയിലെ സ്വർണ്ണ വിപണിയും തമ്മിലെ ഇടപാടുകൾ സുഗമമാക്കാൻ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. UAE ഇന്ത്യൻ ബിസിനസ് സംരംഭകർക്ക് ഇത് ആഫ്രിക്കയിൽ കൂടുതൽ നിക്ഷേപത്തിന് സാഹചര്യമൊരുക്കുമെന്ന് IBMC മാനേജിംഗ് ഡയറക്ടർ PK സജിത് കുമാർ പറഞ്ഞു. ഗോൾഡ് ഓർണമെൻറ്റ്സ് മാനുഫാക്ചറിങ് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കറിയാം, അതുപോലെ ആ ബിസിനസ് ക്ലാസ് ഉണ്ട് നമ്മൾ ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതും. ആ ഒരു എക്സ്പെർട്ടീസ് മുഴുവനും ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പല എംബസിയായിട്ട് നമ്മൾ ഓഫീസേഴ്സായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറയുന്നു അവിടെ എക്സ്പാറ്റ്സ് കമ്മ്യൂണിറ്റികൾ കൂടുകയാണ്. അതായത് ഇന്ത്യൻ കമ്മ്യൂണിറ്റികൾ തന്നെ അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഗോൾഡിൻ്റെ ഓർണമെൻറ്റ്സ് കൺസംഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജിബൂട്ടി ഊർജ്ജമന്ത്രി യൂനിസ് അലി ഖൈദി, ഗാന ഭൂഖനന സഹമന്ത്രി ബാർബറ ഒട്ടെങ്, ഷെയ്ഖ് ഖാലിദ് ബിൻ അഹമ്മദ് അൽ അഹമ്മദ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഉദ്ഘാടന സമ്മേളനത്തിൽ ചെയർമാൻ ഷെയ്ഖ് ഖാലിദ് ബിൻ അഹമ്മദ്, അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ 1, ദുബായ്. സൗദിയിൽ റൂം വാടകയ്ക്ക് നൽകുമ്പോൾ താമസരേഖകളുടെ പകർപ്പുകൾ എടുക്കാൻ പാടില്ല. താമസരേഖയിലെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ മാത്രമേ അനുവാദമുള്ളൂ. സൗദി ടൂറിസം വകുപ്പാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇക്കാമ, പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകൾ സൂക്ഷിക്കുന്ന രീതി ചില സ്ഥാപനങ്ങൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇത് അനുവദനീയമല്ല. വാടകയ്ക്ക് മുറിയെടുക്കുന്നവർ ഇക്കാമയോ പാസ്പോർട്ടോ കൗണ്ടറിൽ കാണിക്കണം. കൗണ്ടറിലുള്ളയാൾ അതിലെ വിവരങ്ങൾ രേഖപ്പെടുത്തണം. എന്നാൽ പാസ്പോർട്ട്, ഇക്കാമ എന്നിവയുടെ പകർപ്പുകൾ എടുത്തു സൂക്ഷിക്കാൻ ഹോട്ടൽ, ഫർണിഷ്ഡ് അപ്പാർട്ട്മെന്റ് എന്നിവയുടെ ഓഫീസുകൾക്ക് അധികാരമില്ല. ഔദ്യോഗിക രേഖകളുടെ പകർപ്പുകൾ എടുക്കുന്നത് ആഭ്യന്തര മന്ത്രാലയം വിലക്കിയതാണ്. കുടുംബങ്ങളായോ ഒറ്റക്കോ മുറികൾ വാടകയ്ക്കെടുക്കുന്നവരിൽ നിന്ന് രേഖകളുടെ പകർപ്പുകൾ വാങ്ങാൻ പാടില്ല. ഏതെങ്കിലും സ്ഥാപനം ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ 1998 എന്ന നമ്പറിൽ അറിയിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഇത്തരം സ്ഥാപനങ്ങൾക്കുള്ള സർക്കാർ സേവനങ്ങൾ റദ്ദാക്കാൻ ഇത് കാരണമാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. താമസ കെട്ടിടങ്ങളിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള അനുമതി മസ്കത്ത് നഗരസഭ 1 വർഷം കൂടി നീട്ടി. വാണിജ്യ പ്രവർത്തനങ്ങൾ മറ്റു കെട്ടിടങ്ങളിലേക്ക് മാറ്റുന്നതിന് കൂടുതൽ സാവകാശം അനുവദിക്കുന്നതിന് വേണ്ടിയാണിതെന്ന് നഗരസഭ അധികൃതർ വ്യക്തമാക്കി.
വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് അനുമതിയില്ലാത്ത താമസ സ്ഥലങ്ങളിൽ വാണിജ്യ സ്ഥാപനങ്ങൾ മാറ്റുന്നതിന് കൂടുതൽ സമയം നൽകണമെന്ന അപേക്ഷകൾ പരിഗണിച്ചാണ് 1 വർഷം കൂടി അനുവദിച്ചതെന്ന് നഗരസഭ പ്രസ്താവനയിൽ അറിയിച്ചു. 1 വർഷത്തേക്ക് മാത്രമാണ് ഇളവ് അനുവദിക്കുന്നത്. ഈ ഇളവ് ലഭിക്കാൻ 1 വർഷത്തിന് ശേഷം കരാർ പുതുക്കില്ലെന്ന ധാരണയിൽ കെട്ടിട ഉടമയും കരാറുകാരനും ഒപ്പിടണമെന്നും നഗരസഭ അറിയിച്ചു. 2016 നഗരസഭ താമസ കെട്ടിടങ്ങളിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ നടത്താൻ പെർമിറ്റ് അനുവദിച്ചത്. ഇതുപ്രകാരം താമസ കെട്ടിടങ്ങളിൽ കിൻഡർഗാർട്ടൻ, നഴ്സറി, സ്വകാര്യ സ്കൂളുകൾ, സ്പെഷ്യൽ സ്കൂളുകൾ, ഖുർആൻ സ്കൂളുകൾ, എംബസികൾ, ബ്യൂട്ടി സലൂണുകൾ തുടങ്ങിയവ ആരംഭിക്കാൻ പെർമിറ്റ് അനുവദിച്ചിരുന്നു. 2 വർഷത്തേക്ക് അനുവദിച്ച ഈ പെർമിറ്റിന്റെ കാലാവധി 2018 ഡിസംബർ 31 അവസാനിച്ചിരുന്നു. എന്നാൽ ഇത്തരം കെട്ടിടങ്ങളിൽ സ്ഥാപനം നടത്തുന്നവരുടെ സൗകര്യം പരിഗണിച്ച് അനുമതി 1 വർഷം കൂടി നീട്ടുകയായിരുന്നു. മീഡിയ 1 മസ്കത്ത്. കുവൈത്തിൽ സാമൂഹിക മാധ്യമങ്ങളിലെ വ്യാജ അക്കൗണ്ടുകൾ നിയമം മൂലം നിയന്ത്രിക്കാൻ സർക്കാർ നീക്കം. അമീർ ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ ജാബിർ അസബാഹിന്റെ നിർദ്ദേശപ്രകാരമാണ് സാമൂഹിക മാധ്യമങ്ങളിലെ തെറ്റായ പ്രവണതകളെ തിരുത്താൻ അധികൃതർ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നത്. സൈബർ കുറ്റകൃത്യങ്ങളും ഇന്റർനെറ്റ് വഴിയുള്ള വിദ്വേഷ പ്രചരണവും ഇല്ലാതാക്കുക, ദേശീയ സുരക്ഷ ഉറപ്പുവരുത്തുക, തീവ്രവാദ നിലപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്നതും ഇസ്ലാമികാധ്യാപനങ്ങൾക്ക് വിരുദ്ധമായതുമായ സന്ദേശങ്ങൾ തടയുക എന്നിവയാണ് നടപടിയുടെ പ്രധാന ലക്ഷ്യം. പ്രധാനമായും വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ചാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തുന്നത്. അതിനാൽ വ്യാജ അക്കൗണ്ടുകൾ ഇല്ലാതാക്കുന്നതിനാണ് അധികൃതർ പ്രഥമ പരിഗണന നൽകുന്നത്. GCCയിലേതുൾപ്പെടെ ചില വിദേശ രാജ്യങ്ങൾ വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിയന്ത്രിക്കുന്നതിനായി സ്വീകരിച്ച നടപടികളും അവിടങ്ങളിലെ നിയമങ്ങളും അധികൃതർ പഠിക്കും. സാമൂഹ്യ മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നതിനായി പ്രത്യേക സോഫ്റ്റ്വെയർ സ്വന്തമാക്കാൻ കുവൈത്ത് ആലോചിക്കുന്നതായും റിപ്പോർട്ടുണ്ട്. ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ് തുടങ്ങിയവയിലെ നിയമവിരുദ്ധമായ ഉള്ളടക്കം കണ്ടെത്താനാണ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക. അടുത്ത സാമ്പത്തിക വർഷം മുതൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിക്ക് 75,000 ദിനാറാണ് ചെലവ് കണക്കാക്കുന്നത്. വ്യാജ പേരും ചിഹ്നങ്ങളും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അക്കൗണ്ടുകൾ പൂട്ടിക്കാൻ കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ വർഷം ട്വിറ്റർ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സൗദി സർക്കാർ നൽകി വരുന്ന കിങ് ഫൈസൽ അന്താരാഷ്ട്ര ഇസ്ലാമിക് അവാർഡുകൾ നാളെ പ്രഖ്യാപിക്കും. റിയാദിൽ നടക്കുന്ന ചടങ്ങിൽ മക്ക ഗവർണർ അമീർ ഖാലിദ് അൽ ഫൈസലാണ് അവാർഡുകൾ പ്രഖ്യാപിക്കുക. ആഗോളാടിസ്ഥാനത്തിൽ ഇസ്ലാമിക പ്രവർത്തന മേഖലകളിൽ മികച്ച സേവനമനുഷ്ഠിക്കുന്നവർക്ക് നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് കിങ് ഫൈസൽ അന്താരാഷ്ട്ര അവാർഡ്. റിയാദിലെ ഫൈസലിയ ഹോട്ടലിൽ അമീർ സുൽത്താൻ ഹാളിൽ വെച്ചായിരിക്കും 41ാമത് കിങ് ഫൈസൽ അന്താരാഷ്ട്ര ഇസ്ലാമിക് അവാർഡ് പ്രഖ്യാപനം. സാംസ്കാരിക നായകർ, പണ്ഡിതന്മാർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. ഇസ്ലാമിക സേവനം, ഇസ്ലാമിക പഠനങ്ങൾ, അറബി ഭാഷാ സാഹിത്യം, വൈദ്യശാസ്ത്രം, പൊതുശാസ്ത്രം എന്നിങ്ങനെ 5 വിഭാഗങ്ങളിലാണ് അവാർഡുകൾ. വ്യക്തിപരമായോ മറ്റ് സംഘടനാപരമായോ പാർട്ടിപരമായോ ആരെയും അവാർഡിനായി നാമനിർദ്ദേശം ചെയ്യാൻ അനുവാദമില്ല. യൂണിവേഴ്സിറ്റികൾ, ശാസ്ത്ര സാങ്കേതിക ഗവേഷണ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഔദ്യോഗിക സ്ഥാപനങ്ങൾ നാമനിർദ്ദേശം ചെയ്ത വ്യക്തികളിൽ നിന്നായിരിക്കും ജേതാക്കളെ തിരഞ്ഞെടുക്കുക. ലോകപ്രശസ്ത പണ്ഡിതരും ശാസ്ത്രജ്ഞരും അടങ്ങുന്നതാണ് ജൂറി. ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗങ്ങൾ ഇന്നലെയും ഇന്നും നാളെയുമായി റിയാദിൽ നടക്കുകയാണ്. 1975 അന്തരിച്ച സൗദി രാഷ്ട്രശില്പികളിൽ ഒരാളായ അമീർ ഫൈസലിന്റെ പേരിലുള്ള കിങ് ഫൈസൽ ഫൗണ്ടേഷനാണ് 1979 മുതൽ എല്ലാ വർഷവും അവാർഡ് നൽകി വരുന്നത്. ഇസ്ലാമിക സേവനത്തിനുള്ള പ്രഥമ അവാർഡ് ജമാഅത്തെ ഇസ്ലാമി നേതാവ് അബുൽ അല മൗദൂദിക്കായിരുന്നു. 2ാം വർഷം അബുൽ ഹസൻ അലി നദ്വിക്കും. ഡോക്ടർ സാക്കിർ നായിക്കായിരുന്നു ഈ ഇനത്തിൽ 2015 അവാർഡ് ജേതാവ്. 7 ലക്ഷം സൗദി റിയാലും 25 പവൻ തൂക്കം വരുന്ന സ്വർണ്ണപ്പതക്കവും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് കിങ് ഫൈസൽ അവാർഡ്. സാദിഖ് അലി തൂർ, മീഡിയ 1 ജിദ്ദ. കുവൈത്തിൽ വിന്റർ ടെന്റുകൾക്കുള്ള ലൈസൻസിന് അപേക്ഷിക്കുന്നവർ ക്യാമ്പ് സൈറ്റ് നേരിട്ട് പരിശോധിക്കണമെന്ന് നിർദ്ദേശം. മുനിസിപ്പാലിറ്റി അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഫഹദ് ഷദീൽ ആണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയത്. തമ്പ് പണിയാൻ അനുമതിയുള്ള സ്ഥലങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ക്യാമ്പിങ്ങിനായി നിർണയിച്ച സ്ഥലങ്ങളുടെയും ഇതിനോടകം ലൈസൻസ് അനുവദിച്ച ടെന്റുകളുടെയും വിവരമാണ് വെബ്സൈറ്റിലുള്ളത്. എന്നാൽ ലൈസൻസ് ഇല്ലാതെ അനധികൃതമായി പണിത തമ്പുകളുടെ വിവരങ്ങൾ വെബ്സൈറ്റിൽ കാണില്ല. അതുകൊണ്ട് തമ്പ് പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നേരിട്ട് പോയി കണ്ട് തൃപ്തിപ്പെട്ട ശേഷം ലൈസൻസിന് അപേക്ഷിക്കുകയാകും ഉത്തമമെന്നാണ് മുനിസിപ്പാലിറ്റിയുടെ നിർദ്ദേശം. ക്യാമ്പിങ്ങിനായി നിർണയിച്ച സ്ഥലങ്ങളിൽ ലൈസൻസ് ഇല്ലാതെ പണിത തമ്പുകൾ നീക്കം ചെയ്യില്ല. പകരം പിഴ ഈടാക്കി ലൈസൻസ് എടുപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ 1000-ഓളം മുന്നറിയിപ്പ് നോട്ടീസുകൾ ഇതുവരെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പരിസ്ഥിതി നിയമലംഘനം നടത്തി നിർമ്മിച്ച ക്യാമ്പുകൾ നീക്കം ചെയ്യുന്നുണ്ടെന്നും മുനിസിപ്പാലിറ്റി അറിയിച്ചു. സാധാരണ നവംബർ 15 മുതൽ ആരംഭിച്ചിരുന്ന ക്യാമ്പിംഗ് ലൈസൻസ് വിതരണം ഇത്തവണ ഡിസംബർ 31 മുതലാണ് ആരംഭിച്ചത്. ശീതകാലത്തിന് മുന്നോടിയായി രാജ്യത്ത് അനുഭവപ്പെട്ട കനത്ത മഴയിൽ മരുപ്രദേശങ്ങളിൽ വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടതും ഗൾഫ് യുദ്ധകാലത്ത് ഉപേക്ഷിക്കപ്പെട്ട കുഴിബോംബുകളുടെ സാന്നിധ്യം പലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും കാരണം പ്രതിരോധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ലൈസൻസ് വിതരണം വൈകിപ്പിച്ചത്. രാജ്യത്തിന്റെ 3 ദിക്കുകളിലായി 616 ചതുരശ്ര കിലോമീറ്റർ മരുപ്രദേശമാണ് തമ്പുകൾ പണിയുന്നതിനായി മുനിസിപ്പാലിറ്റി നിർണയിച്ചിട്ടുള്ളത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി.
സൗദി എയർലൈൻസ് വിമാനങ്ങളിലെ ബാഗേജുകളിൽ ബാറ്ററികൾ അനുവദിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. മൊബൈൽ ബാറ്ററികൾ, ചാർജറുകൾ, ലിഥിയം ബാറ്ററികൾ, പവർ ബാങ്കുകൾ തുടങ്ങിയവ ഇനി മുതൽ ബാഗേജുകളിൽ അനുവദിക്കില്ല. എന്നാൽ ഇത്തരം ഉപകരണങ്ങളും ബാറ്ററികളും യാത്രക്കാർ കൈവശം വെക്കുന്ന ഹാൻഡ് ബാഗുകളിൽ കൊണ്ടുപോകാം. സുരക്ഷാ കാരണങ്ങളാൽ പുതിയ തീരുമാനം കർശനമായി നടപ്പാക്കും. മക്കയിൽ പണം കൊടുത്തു വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി നിശ്ചയിച്ച സ്ഥലങ്ങളിൽ ആദ്യത്തെ 7 മിനിറ്റുകൾക്ക് ഇനി മുതൽ പണം ഈടാക്കില്ലെന്ന് മുനിസിപ്പാലിറ്റി അറിയിച്ചു. 7 മിനിറ്റുകൾക്ക് ശേഷം ടിക്കറ്റ് എടുക്കാതെ വാഹനങ്ങൾ നിർത്തിയിട്ടാൽ വാഹനത്തിന്റെ ഉടമസ്ഥന് പിഴ ചുമത്തും. ഇത് പരിശോധിക്കാനായി ഒരു ജോലിക്കാരൻ സദാസമയവും ഇവിടങ്ങളിലുണ്ടാകും. പാർക്കിംഗ് ടിക്കറ്റില്ലാതെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളുടെ ചിത്രമെടുത്താണ് പിഴ അറിയിക്കുക. ദുബായ് സ്പോർട്സ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കേരള ഫുട്ബോൾ ലീഗ് മത്സരങ്ങളുടെ ലോഗോ പ്രകാശനം ചെയ്തു. മീഡിയ 1 ചാനലും ഗൾഫ് മാധ്യമം ദിനപത്രവുമാണ് ടൂർണമെന്റിന്റെ മാധ്യമ പങ്കാളികൾ. ദുബായ് ഹിറ്റ് FM റേഡിയോ ചാനലിന്റെ സ്റ്റുഡിയോയിൽ നടന്ന ചടങ്ങിൽ കേരള സ്പോർട്സ് കൌൺസിൽ ഫുട്ബോൾ കോച്ച് സദീവൻ ബാലനാണ് ലോഗോയുടെ പ്രകാശനം നിർവഹിച്ചത്. റേഡിയോ അവതാരകരായ മിഥുൻ, സിന്ധു എന്നിവർ സന്നിഹിതരായിരുന്നു. ഫെബ്രുവരി 28 മുതൽ മാർച്ച് 15 വരെ ഉദ്മേത്ത ഇറാനിയൻ ക്ലബിലാണ് മത്സരങ്ങൾ അരങ്ങേറുക. പ്രോ ചാനൽ അഡ്വർടൈസിംഗും സ്പ്രിംഗ് സ്പോർട്സ് അക്കാദമിയുമാണ് സംഘാടകർ. മീഡിയ 1 പുറമെ ഗൾഫ് മാധ്യമവും ഹിറ്റ് 96.7 FM റേഡിയോയും കേരള ഫുട്ബോൾ ലീഗിന്റെ മാധ്യമ പങ്കാളികളായിരിക്കും. മീഡിയ 1 ദുബായ്. കുവൈത്തിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ ഉന്നത വിദ്യാഭ്യാസ മേള സംഘടിപ്പിക്കുന്നു. ICSK സീനിയർ ബ്രാഞ്ചിൽ ഈ മാസം 11, 12 തീയതികളിലാണ് മേള. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 40-ലേറെ പ്രമുഖ സർവകലാശാലകൾ മേളയിൽ സംബന്ധിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിന്റെ 1 വർഷം നീളുന്ന ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഉന്നത വിദ്യാഭ്യാസമേള സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലെ പ്രമുഖ സർവകലാശാലകൾക്ക് പുറമെ അമേരിക്ക, ബ്രിട്ടൻ, കാനഡ, മലേഷ്യ, ജോർജിയ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 40-ലേറെ സർവകലാശാലകൾ മേളയിൽ പങ്കെടുക്കുമെന്ന് ICSK ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ വി ബിനുമോൻ പറഞ്ഞു. Apart from the university exhibitions, we are doing aptitude test, career counseling and കരിയർ ഗൈഡൻസ് സെമിനാർ. വെള്ളിയാഴ്ച രാവിലെ 8:30 നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കുവൈത്തിലെ മലേഷ്യൻ അംബാസഡർ ദത്തോ മുഹമ്മദ് അലി വിശിഷ്ടാതിഥിയാകും. പരിപാടിയുടെ ഭാഗമായി വിവിധ കരിയർ ഗൈഡൻസ് സെമിനാറുകളും സംഘടിപ്പിക്കുന്നുണ്ട്. സെക്കൻഡറി സ്കൂൾ കുട്ടികൾക്കായി വെള്ളിയാഴ്ച രാവിലെ 9:30 ഉച്ചയ്ക്ക് 2 വൈകിട്ട് 4:30 കരിയർ ഗൈഡൻസ് ക്ലാസുകളുണ്ടാകും. 11, 12 ക്ലാസുകളിലെ കുട്ടികൾക്കുള്ള സെമിനാറുകൾ ശനിയാഴ്ചയാണ് നടക്കുക. പ്രശസ്ത കരിയർ ഗുരു ഡോക്ടർ PR വെങ്കട്ടരാമൻ സെമിനാറുകൾക്ക് നേതൃത്വം നൽകും. കുവൈത്തിലെ ഇന്ത്യൻ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് മുൻകൂർ രജിസ്ട്രേഷനിലൂടെ സൗജന്യമായി സെമിനാറിൽ പങ്കെടുക്കാമെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ദുബായ് ഹെൽത്ത് അതോറിറ്റിയും ഹെൽത്ത് മാഗസിനും സംഘടിപ്പിക്കുന്ന 3ാമത് ആരോഗ്യ പുരസ്കാരങ്ങൾ മാർച്ചിൽ വിതരണം ചെയ്യും. ആരോഗ്യരംഗത്ത് മികവ് തെളിയിച്ച സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമാണ് 25 പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഗൾഫിലെ ആരോഗ്യ മേഖലയിലെ സമഗ്ര പുരസ്കാരമാണ് ഹെൽത്ത് മാഗസിന്റെ വാർഷിക ആരോഗ്യ അവാർഡുകൾ. ആരോഗ്യ മേഖലയിൽ മികവ് തെളിയിച്ച 14 സ്ഥാപനങ്ങൾക്കും 11 വ്യക്തികൾക്കുമാണ് പുരസ്കാരങ്ങൾ നൽകുക. അവാർഡിന് നാമനിർദ്ദേശം സ്വീകരിക്കുന്ന നടപടികൾ ഈ മാസം 15 വരെ തുടരും. മാർച്ച് 18-ന് ഗ്രാൻഡ് ഹയാത്തിൽ നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുക. UAE ആരോഗ്യ മേഖലയിലെ പ്രമുഖർക്ക് പുറമെ ബോളിവുഡ്, അറബ്, തെന്നിന്ത്യൻ താരങ്ങളും ചടങ്ങിൽ സംബന്ധിക്കും. മീഡിയ 1 ദുബായ്. വിഭിന്നശേഷികൾ കൊണ്ട് വിസ്മയം സൃഷ്ടിക്കാൻ തണൽ ഭിന്നശേഷി വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ബഹ്റൈനിലെത്തി. 4 ദിവസങ്ങളിൽ വിവിധ വേദികളിലായി വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാവിഷ്കാരങ്ങളും അന്താരാഷ്ട്ര സെമിനാറും നടക്കും. നിറയെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായാണ് ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് അവരെത്തിച്ചേർന്നത്. ഭിന്നശേഷി വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അടങ്ങുന്ന 54 പേരുടെ സംഘം. തങ്ങളുടെ സർഗസിദ്ധികൾ ബഹ്റൈനിലെ സ്വദേശികളും പ്രവാസികളും അടങ്ങുന്ന സദസ്സിന് മുന്നിൽ അവതരിപ്പിക്കാനാണ് ഈ യാത്ര. നാട്ടിലെ നിരവധി വേദികളിൽ അവതരിപ്പിച്ചിട്ടുള്ള ചിരിയിലേക്കുള്ള ദൂരം എന്ന നാടകം വിദ്യാർത്ഥികൾ ബഹ്റൈനിലെ അരങ്ങിൽ അവതരിപ്പിക്കും. ചേച്ചിനെ എന്തൊക്കെയാ അവര് പറഞ്ഞെന്നറിയോ? ഇനി അങ്ങോട്ട് പോവോ? കുട്ടിക്ക് പറക്കാൻ ഇഷ്ടല്ലേ? പൂമ്പാറ്റകളെ പോലെ വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്ക് ബഹ്റൈൻ കേരളീയ സമാജത്തിലാണ് ഈ വേറിട്ട നാടകം അവതരിപ്പിക്കുക. സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യവുമായാണ് തണൽ ബഹ്റൈൻ ചാപ്റ്ററിന് കീഴിൽ പരിപാടികൾ ഒരുക്കിയിരിക്കുന്നതെന്ന് ചെയർമാൻ ഡോക്ടർ ഇദ്രീസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് കയ്യൊപ്പ് എന്ന പേരിൽ റംലി മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പ്രത്യേക കലാവിഷ്കാരമുണ്ടാകും. ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ഈസ ടൗണിലെ മൊബിലിറ്റി ഇന്റർനാഷണലിൽ നമ്മളൊന്ന് എന്ന പേരിലുള്ള സാമൂഹിക നാടകവും ഒരുക്കും.
സമത്വം ഭിന്നശേഷിക്കാർക്കും എന്ന പ്രമേയത്തിൽ പ്രമുഖ വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ച് അന്താരാഷ്ട്ര സെമിനാറും പരിപാടിയുടെ ഭാഗമായി നടക്കും. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ.